ഇന്നിവിടെ ഫുൾ വൈബാണ്. ഫുൾ ഗാനമേളയാണ്. ഇന്നൊരു ഗാനമേളയാണ്. ഞാൻ അവിടെ പോയി ടർബോ ഫിറ്റ് ചെയ്യാൻ പോയതാണ്. बंगा आप किधर से? मैं आजाद सिर में കുഴിയുണ്ട് നോക്കണേ. ആ പോട്ടെ, തിരിച്ചു വരുവേ. വാ ചേട്ടാ സൂപ്പർ. നമ്മൾ സൈച്ചേട്ടൻ്റെ ക്യാമ്പിൽ നിന്ന് ഓഫ് റോഡിങ്ങിനായിട്ട് പോവാണ്. അടിപൊളി നല്ല ലൊക്കേഷനിലാണ് ക്യാമ്പ്. ഇതാണ് ക്യാമ്പ് വരുന്നത്. ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. നല്ല കിണ്ണം പൊടിയാണ്. ഇനി ഇവിടെ നല്ല മഴയുള്ളപ്പോൾ വരണം. മഴയുള്ളപ്പോൾ ഒരു ടെറൈനങ്ങ് വെറൈറ്റി ആവും. വേറൊരു എക്സ്പീരിയൻസ് കിട്ടും. ഇവിടെയൊക്കെ ടെൻറ്റുകൾ, കിടക്കാനുള്ള ടെൻറ്റുകൾ നിരന്നിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ താഴെ ഭാഗത്തായിട്ടും ടെൻറ്റുകളുണ്ട്. അവിടെയാണ് കിടക്കുന്നത്. ദിവസമൊക്കെ നമ്മുടെ ട്രിപ്പ് പോകുമ്പോഴേ നമുക്ക് 10 ദിവസം കഴിഞ്ഞ് പിള്ളേർ ഒരു കോളം വേണം വന്നാൽ തീർന്നു. നമ്മുടെ മനസ്സിലാവും. എനിക്ക് ഇറങ്ങാവേ. ഫ്രണ്ടിൽ പോണ്ട. ആ ഫ്രണ്ടിൽ വഴിയില്ല. ഞാൻ ഇന്നത്തെ വണ്ടി പോകുന്നു. ഇവിടെ വഴിയില്ല. വഴി നമ്മൾ വെട്ടിയാണ് പോകേണ്ടത്. പറഞ്ഞ പുള്ളി ഇവിടെ ട്രാക്കടാന്ന്. ക്യാമറ സ്വല്പം അല്ല വേണ്ട. നമുക്ക് കയറേണ്ടത് ഇതാണ്. ഈ ടാസ്ക്കാണ്. എന്താണ് ഭായ്? അമ്മൻകുഴിയാ. പിന്നെ അങ്ങോട്ട് ഒന്നുമില്ല. നമുക്ക് മോള് വരാം. ഓടിക്കാനോ വേണ്ടി. പിന്നെ ഇങ്ങനെ തന്നെ അതിന് ഇറക്കി അവിടെ ഉണ്ടാവും. പാലിന് പ്രശ്നമുള്ളത് ഉണ്ടാട്ടോ. ഒരെണ്ണം ഇട്ടേക്കടാ.
അത് കുഴപ്പമില്ല. ഇതിപ്പോ കല്ലെടുത്തിട്ടതാ. അഥവാ തരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ. ആടി പോയാൽ അടി ഇടിക്കും. ഒന്നും മേടിക്കണ്ട, ഞാൻ ടിബിനാശം വരുന്നുണ്ട്. ഇവനെ ഒന്നുമില്ല. അതാ അതെ റൂട്ടും കൂടെ പൈസ വരെ പോരെ. ആ പോരെ, ആ പോരെ പോരെ. നമുക്ക് രണ്ടാളെ കൂടെ തൂക്കി കൊടുക്കാം. ഷമീറ, ഇവിടെ ഈ റൈറ്റിന്റെ വീല് ഈ വഴി ചേർന്ന് വരണം കേട്ടോ. അതായത് ഇവിടെ കുറച്ച് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പേപ്പറാക്കി കേട്ടാ, നേരെ കയറ്റരുത്. കറക്റ്റ് കൊഴിയിലിട്ടോളൂ. അങ്ങനെ ഈ അങ്ങിളിൽ കയറിയാ മതി. അദ്ദേഹം പറഞ്ഞ പോയി പാംജാക്കൊക്കെ അവിടെ പോയി എടുത്തിട്ടുണ്ട്. അതിന് പോന വണ്ടി മുമ്പിൽ മാറി ഭാഗോ മുള്ളണ്ട, മാറി മുള്ളു. മുള്ളാളൊക്കെ അകത്തൊരു മുള്ളു. മറ്റേ കോട്ടിങ് അടിച്ചല്ലേ ഈ കാല് കൊടുക്കണം. നമ്മൾ അവിടെ വരുമ്പോ കാല വെച്ച് മാറ്റിട്ടോ. തൽക്കാലത്തേക്ക് ലാസ്റ്റ് വണ്ടി ഒരു വണ്ടി ഇങ്ങോട്ട് കയറ്റിയാൽ ആ ഒരെണ്ണം ഇങ്ങോട്ട് കേട്ടോ. ഷമീറിന് ഇങ്ങോട്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ആ കുഴിലോട്ട് ചടിക്കും. പറഞ്ഞ ഒന്നുകൂടി റെക്കോർഡ് ചെയ്തോ. അങ്ങോട്ട് കയറ്റി, അങ്ങോട്ട് അങ്ങോട്ട് കയറ്റി, അങ്ങോട്ട് കയറ്റി. ചട്ടാങ്ങാടി കൂടിയാ രഞ്ജാനാണ് കത്ത്. മാറിന്നോ മാറിന്നോ കാല് കൊടുക്കണോ? അയ്യോ മുന്നോട്ട് കയറി അതൊക്കെ എടുത്തെന്തിനാ പൊടി കൊടുക്കാനായിട്ട്. ഇനി ഇതുവഴിയാണ് മുകളിലേക്ക് പോകേണ്ടത്. രണ്ട് ക്യാമറ പാണ്ടിപ്പട പാണ്ടിപ്പട പാണ്ടിപ്പട. നല്ല കാറ്റ്.
കുട്ടി ഉണ്ടാവോ? ആരാ? സിംഗോ? കടുവ. ശരിക്കും വണ്ടിക്ക് പോകാനുള്ള രീതിയേ ഉള്ളൂ. മൊത്തം കമ്പ് വീണ് കിടക്കുന്നതന്നെ. എന്തായാലും പോയിട്ടുണ്ട്. ണ്ടോ? അവിടെ ക്യാമറ ഒരു മിനിറ്റ് അത് നിർത്തിക്കാനോ ഇവിടെ കാണാൻ നോക്കണം കേട്ടോ. ഇവിടെ നമ്മൾ വഴി വെട്ടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൈഡിലേക്ക് നല്ല കുഴിയാണ്. നോക്കിയേ, അമ്മം വ്യൂവാ, രക്ഷയില്ലാത്ത വ്യൂവാ. വെള്ളം അടിപൊളിയാ. ഇതുവഴിയാണ് കയറി പോകണ്ടേ. ബാദുഷ ഞങ്ങളുടെ റോഡ് വെട്ടിത്തെളിക്കുവാനായി
അരിവാളുമായി മുന്നേറുകയാണ്. ഇല്ല, അവിടെ നിർത്തും. മുകളില് അല്ല 4 പേരുടെ ഒന്ന് പിടിച്ചു. ആ പിന്നെ തിരിച്ചടിക്കും. അടിച്ചോ? മുള്ളാണ്. ഓക്കെ വരും അതല്ല മാറേ ഒന്നുകൂടെ പിടിച്ച്. കുഴിയുണ്ട് നോക്കണേ. ആ പോട്ടെ, തിരിച്ചു വരുവേ. ഓക്കെ റെഡി. കുത്തനെ കയറ്റോ. പോട്ടെ ഒരു പിടിച്ചേ. ആ ഇവിടെ വരെ ഉള്ളു. കേട്ടോ പോട്ടെ. അടിപൊളി. ഒരു കല്ലല്ലിട്ട് പിടിപ്പിക്കുന്നത്. അവിടെ നിന്ന് ചെന്നേ സന്തോഷം ഇറങ്ങി ചെന്നേ. താഴേന്ന് കയറി ഇങ്ങോട്ട് പിടിക്കാൻ എന്തിനാ അങ്ങോട്ട് പോണേ? അതാ ഇങ്ങോട്ട് റൈറ്റ് പിടിക്കടാ. ഇതിവിടെ നീ ഇവിടെ തല്ലിട്ട് നോക്കിയ സ്ഥലം ഉണ്ടോന്ന്? ഇവിടുന്ന് ഇവന്മാർ ഈ മരമെല്ലാം വെട്ടി ജീപ്പേല ഇറക്കുന്നത് താഴേക്ക്, പിക്കപ്പേല്. അതിന്റെ റോഡാണ്, അതുവഴി നമ്മൾ കയറി വന്നോണ്ടിരിക്കുന്നത് അല്ലേ അമ്മാര്? ആണോ ഇതുവഴിയല്ല താഴെ ഇറക്കുന്നത്? അവിടെ ഒരു പാറയുണ്ട്, സൂക്ഷിച്ച്. നീ എന്നാ നോക്കാൻ അങ്ങോട്ട് പോകാൻ കമ്പൂരി കളഞ്ഞേ റോട്ടാതി കൊടുത്ത് റേസ് ആയി കഴിയുമ്പോൾ ക്ലച്ച് വിടും. ഒരു പിക്കപ്പ് ഒച്ചേക്കുന്നുണ്ട്. പോട്ടെ പോട്ടെ റോട്ട് വിടല്ലേ?
കാല് പറക്കല്ലേ. ത്രോട്ട് വിടല്ല, ത്രോട്ട് കൊടുക്ക്. ബ്രേക്ക് റിലീസ് പോട്ടെ. അവരെ വിളിച്ചോ, സർവത്തിനോട് വരാൻ പറയും. എങ്ങനെ അങ്ങ് പോ ജിമിനി നിർത്താൻ പറയണം. പൊന്നുവേ രക്ഷയില്ലട്ടോ. പക്ഷെ മരങ്ങളൊക്കെ രസമാണ്. തണലൂടെ എന്നാ അവരോട് നോക്കാൻ പറയടാ. ഒരു വണ്ടി ഇവിടെ കൊണ്ടിടാൻ പറ. കാല് കൊടുത്തോളൂ. പറ്റിയ വണ്ടിയാണ്. ചെറിയ വഴികളും ഉണ്ണിയതുണ്ടല്ലോ. ഇതാ കയറി പോകുമ്പോ സൗണ്ടും കൂടി ഉണ്ടെങ്കിണ്ടല്ലോ. അതന്നെ ആർപി അതൊന്നും മുകളിൽ കൂടുതലായി. കരത്തിന്റെ വണ്ടി ആയതുകൊണ്ടാന്ന് പറയണേ. അപ്പൊ അവന് ഓടിക്കാണ്ടിരുന്നാ പോരാ. അത് കരത്തിന്റെ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ കാലുകൊണ്ട് എടുക്കൂല. നമ്മളെ വണ്ടി പറ്റുന്നില്ലേ? നിർത്തിപ്പെട്ടു. നിങ്ങളുടെ ഇറക്കണ്ട, മൂടാ തിണ്ടുമ്പോ കുത്തിരിക്കാ മതി. കല്ല് എന്നാ പ്രിയല്ലേ. ഒരു കുത്തനെ കയറ്റം. നടന്നു കയറാൻ തന്നെ പാടാ. ഉയ്യോ. പോരട്ടെ പോട്ടെ. ഇവിടെ നീ വിട്ടാണോ? ആക്ച്വലി പാറയുടെ അവിടെ ഇരിക്കുവായിരുന്നു ഞങ്ങള്. ഇതിപ്പോ ഇവിടെ ഇത്രയൊക്കെ ആയെന്നുള്ള. വേണ്ട, അങ്ങോട്ട് വന്ന് റോഡ് അടഞ്ഞു പോയി. ഇവിടെ വരേ ഉള്ളൂ. അമ്മ പരിപാടി. बंगाली परब अरे बंगा आप किधर से? मैं आजाद सिर में അബാൻഡൻ വെഹിക്കിൾ ഇല്ലേ കുറെ കാലമായിട്ട് അതുപോലെയല്ലേ.
റൈറ്റ് 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 ലെഫ്റ്റ് ലെഫ്റ്റ് കേറ്റ് 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 ഇല്ല റൈറ്റ് 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 ആ റൈറ്റ് റൈറ്റ് നേരെ 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 ആഹാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ പോട്ടെ പോട്ടെ അത്രയാ കുറച്ചിട്ടോ വാ 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 റൈറ്റ് 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 വാ 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 അവരാരും വന്നല്ലോ സജീവനൊക്കെ പൈപ്പ് റെഡിയാക്കി അങ്ങനെ ഞങ്ങളെ സൈച്ചാട്ടന്റെ ഓഫ് റോഡിങ് ഞങ്ങളുടെ ഇവിടെ തീരുവാണ്. ഓഫ് റോഡ് തീർന്നിട്ട് അല്ല ഞങ്ങളുടെ ഓഫ് റോഡ് ഇന്നത്തെ ഇനി അടുത്ത മരമുണ്ട്, മഴ പെയ്തിട്ട് വേണം ഇനി പൊളിക്കാൻ വരെ. അപ്പൊ അടുത്ത ട്രാക്കൊക്കെ ആകുമ്പോൾ ഞങ്ങളെ വിളിച്ചേക്കണം കേട്ടോ, ഇൻഫർമേഷൻ തരണം. ഞങ്ങളെങ്ങനെ നമ്മുടെ എല്ലാ ടീമും വരും. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അവിടുത്തെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി അടിപൊളി. ഇതാണ് നമ്മുടെ സൈച്ചാട്ടൻ്റെ വട്ടവടലെ ടെൻറ്റ് ക്യാമ്പിങ്. ഇതാണ് സൈച്ചാട്ടൻ്റെ പ്രോപ്പർട്ടി. കുറേ നാളത്തെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ഇത്രയും വണ്ടികളായിട്ടാണ് വന്നത്. ഒത്തിരി വണ്ടികളൊന്നുമില്ല, 4 വണ്ടികളേ ഉള്ളൂ. ഫുൾ ഓഫ് റോഡിങ്, പോളി വൈബാണ്. അപ്പം അങ്ങനെ ഇതാണ് ക്യാമ്പ്. അങ്ങനെ ഞങ്ങളുടെ ഓഫ് റോഡിങ്ങും ഞങ്ങളുടെ ടെൻറ്റ് ക്യാമ്പിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. സൈച്ചേട്ടൻ്റെ അവിടെ അടിപൊളി പരിപാടിയായിരുന്നു. അടിപൊളി ഓഫ് റോഡിങ്, അടിപൊളി ഫുഡൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഇതാ നമ്മുടെ താരം കേട്ടോ. ഞങ്ങളുടെ ഫുഡ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ രാവിലെ ഇവിടെ എത്തി. 10 മണി, ഏകദേശം ഒരു 10 മണിയായി ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇരിക്കുന്ന മനുഷ്യനെ ഞാൻ യൂട്യൂബിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടു. ആളോട് ഇത്ര ഫാനായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നരച്ച താടിയും താടിയും ചെറുപ്പം കാര്യങ്ങളൊക്കെ വെച്ച് ഒരു എക്സ്പ്രസ് പ്രായം പറയരുത് പൊക്കിക്കൊണ്ട് പോണ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അന്ന് തുടങ്ങി ഞാൻ ഇയാളുടെ ആരാധകനായി. സത്യം പറഞ്ഞ സജിയുടെ ആരാധനായി. അത് കഴിഞ്ഞ് പലപ്പോഴും വട്ടവട എന്ന് പലരും പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ കയറി വരുന്നൊരു സ്ഥലം. അപ്പം ഞാൻ സത്യത്തിൽ ഞാൻ ഇതിനെ ധരിച്ചിരുന്നു വേറെ ഒരു ലെവലില്ല. അതായത് സജിയുടെ റിസോർട്ടിലേക്ക് വരണമെങ്കിൽ 10-12 കിലോമീറ്റർ ഓഫ് റോഡ് പോയിട്ട് വേണം ഇവിടേക്ക് എത്തണമെങ്കിൽ എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ മനസ്സിലുള്ളൊരു ധാരണ അങ്ങനെയാണ്. അങ്ങനെ ഇതും ഇങ്ങനെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇന്നലെ രാവിലെ ഇവിടെ ഹോട്ടലിലെത്തി. അപ്പൊ മിഥുനും ചേട്ടനെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങള് അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മിഥുൻ പറഞ്ഞത് ആള് വന്നിട്ടുണ്ടെന്ന് പറയാം. ചേട്ടന്റെ രൂപം എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വണ്ടി കൊണ്ട് അങ്ങോട്ട് പോയി. ഞാൻ നോക്കുമ്പോ ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് പോണ പോലെ ഒരു കാറ് ചാട്ടി ഒരു വളരെ സിമ്പിളായിട്ട് കഥയൊക്കെ പറഞ്ഞ് പോണൊക്കെ എന്തായാലും ഇങ്ങനെയാണ് പോയാണ്. പോയി തിരിച്ചു വന്നൊരു കവറൊക്കെ ആയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ പറഞ്ഞത് ഇത് വഴിക്ക് ഇറങ്ങണ്ടേന്ന് പറയണത്. ചേട്ടൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് കയറ്റി വിട്ടു. അപ്പൊ ഞാൻ ചേട്ടനെ വീക്ഷിച്ചെന്നാ ചേട്ടൻ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ എളിമ ഉണ്ടല്ലേ. റേസിന് പോയിട്ട് ഒരു കപ്പടിക്കുന്ന ടീം എന്റെ അടുത്ത് പറയണ എല്ലാം എളിമക്കാരാ. നമ്മള്
ഞാൻ ആരാ ഏട്ടാ? നമ്മളങ്ങനെ ചേട്ടൻ ഞാൻ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചേട്ടൻ വാച്ച് ചെയ്തൊരു സ്ഥലം ഞാൻ പറയാം. ചേട്ടൻ നമ്മളിങ്ങനെ ഇറങ്ങണ വഴിയിൽ ഒരു തടിവണ്ടി വന്നു, ഒരു പിക്കപ്പ് വന്നപ്പോ ചേട്ടൻ റിവേഴ്സ് കയറി വന്നു. റിവേഴ്സ് കയറി ചേട്ടൻ അങ്ങോട്ട് കയറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് സാധാരണ ചേട്ടൻ റിവേഴ്സ് ഒറ്റ വരവ് കൊണ്ട് വന്നു ബാക്കിൽ. അവര് പോയി കഴിഞ്ഞപ്പോ റിവേഴ്സ് വരണ വരവ് കൊണ്ട് കഴിഞ്ഞപ്പോ നമ്മുടെ വണ്ടി ഫ്രണ്ടിലേക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ മുട്ടും ഞാൻ പറഞ്ഞു, കാരണം ഒരു പക്ക ഡ്രൈവിംഗ് അറിയുന്ന അത് ആളുടെ വണ്ടിയുടെ നീളവും വീതിയും കണക്കൊക്കെ നമ്മൾ മനസ്സിലാക്കി വന്ന് ചേട്ടൻ സിമ്പിളായിട്ട് ഇറങ്ങിയാണ് പോയി. ഞാനപ്പോ വണ്ടിയിൽ നിന്ന് പറഞ്ഞു അതൊരു പുലിയാട്ടോ, കാരണം പുലിയാന്ന് ഓൾറെഡി നമുക്ക് മുന്നേ അറിയാം. പിന്നെ ഞാൻ പിന്നെയും ചോദിക്കണോ ഞാൻ ആരാ ഏട്ടാ? അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ട് ഫസ്റ്റ് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ വന്ന് അവിടെ ഇരുന്ന് എല്ലാവരും അപ്പൊ സാധാരണ നമ്മൾ റിസോർട്ടുകളിൽ അല്ലെങ്കിൽ ഞാൻ അതിശയിച്ചോ. ഒത്തിരി റിസോർട്ടുകളിൽ നമ്മൾ പോയേക്കണതാ. എന്റെ സുഹൃത്തുക്കൾക്ക് തന്നെ ഒരു 3-5 റിസോർട്ടുള്ളവരുണ്ട്. അവിടെ വന്നിരുന്ന് നമ്മള് നമ്മുടെ കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ച് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് അപ്പൊ കുറച്ച് പേർക്ക് ഓഫ് റോഡ് പോകാൻ താല്പര്യമുണ്ട്, കുറച്ച് പേർക്ക് കുറച്ചേരം റെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാം. റെസ്റ്റ് എടുത്തിട്ട് ബോഡിയൊക്കെ സെറ്റ് ആക്കി കൊണ്ട് അങ്ങനെ ഇറങ്ങണേ. സത്യം പറഞ്ഞാല് ഓഫ് റോഡിൽ നമ്മൾ പോയി. ഞാൻ എൻ്റെ ലൈഫിൽ ട്രാക്കിൽ നമ്മൾ വലിയ വലിയ ട്രാക്കുകളൊക്കെ കണ്ടുണ്ട്. ഒരു സാധാ നാച്ചുറൽ ട്രാക്ക്, നാച്ചുറൽ റോഡ്, ഇത്ര വൈബുള്ള ഒരു ട്രാക്ക് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാല് ഞാൻ വിചാരിച്ചു നമ്മുടെ ടീംസ് കയറില്ലെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. ഞാനൊരു വണ്ടി ഓടിച്ചിട്ടില്ല. ഞാൻ അവരുടെ അവിടെ ചെന്ന് ഇങ്ങനെ സജേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വണ്ടികളെല്ലാം വളരെ ഈസി ആയിട്ടാണ് കയറി. പക്ഷെ മുമ്പ് വന്ന പല ടീമുകളും സജേട്ടൻ പറഞ്ഞ പോലെ അവിടെ പെട്ടിട്ടുണ്ട് കാര്യം. അത് മെയിൻ ആയിട്ട് എന്താ വെച്ചാല് ഈ വണ്ടിയുടെ കണ്ടീഷൻ അങ്ങനെയൊന്നുമല്ല, ഒരു പാനിക് സിറ്റുവേഷൻ ആൾക്കാർ വരുമ്പോ കുറെ പേരങ്ങ് അഭിപ്രായം പറയും. അതാണ് ഞാൻ നാച്ചുറൽ ആരും കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ വരെയും പറഞ്ഞിട്ടുണ്ട് അതെടുക്ക് ലെഫ്റ്റ് എടുക്കുക, അവസാനം പിന്നെ തൊണ്ട. ട്രാക്കിലായാലും ഇങ്ങനെ തന്നെയാണ്. ട്രാക്കിൽ എല്ലാവരും ഭയങ്കര ഒച്ചപ്പാടും പാടായിരിക്കും. ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് എടുക്കുക, എന്ത് തോന്നുന്നു അതാണ്. പക്ഷെ നമ്മള് ആ ഒരു ഒറ്റ ഒരു ഇതിനെ ഫോളോ അങ്ങനെ നമ്മള് ആ പരിപാടിക്കൊക്കെ പോയി. വണ്ടികളെല്ലാം നമ്മള് കറക്റ്റ് ടൈമിനൊക്കെ നമ്മൾ എല്ലാ വണ്ടികളും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പൊ 2 ജിമിനി ഉണ്ടായിരുന്നു, ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, വേറൊരു ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ 2 ജീപ്പും 2 ജിമിനിയും ഒരു കംപ്ലൈന്റുകളും ഇല്ലാതെ നമ്മള് ഭംഗിയായിട്ട് ഇന്നലത്തെ മിഷൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇന്നലെ ആ പരിപാടി കഴിഞ്ഞ് വൈകിട്ട് വന്നു. ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡ്. അതായത് നിങ്ങളൊക്കെ വന്ന് കാണണം. ഉച്ചക്കലത്തെ ഫുഡ് എന്റെ പൊന്നെ. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മമാരൊക്കെ വെച്ച് കഴിച്ച് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതിന്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ മന്മഥനാണ്. മന്മഥൻ പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് സാമ്പാറായാലും എല്ലാ ഫുഡ് എന്ത് ചെയ്ത അതൊക്കെ ഓരോ ഒക്കെ അടിപൊളി ടേസ്റ്റ്. ഫൈനല് ആദ്യം പുള്ളി വേവിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പിന് പോയത്. ഇതൊക്കെ കഴിഞ്ഞ് വന്ന് വൈകിട്ട് സജേട്ടൻ പറഞ്ഞു ഇപ്പൊ വരാട്ടോ എന്നും പറഞ്ഞ് പുറത്തോട്ടൊന്ന് പോയി. സജേട്ടൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. പിന്നെ ഇവിടെ ഫുൾ വൈബാണ്, ഫുൾ ഗാനമേളയാണ്. ഇന്നൊരു ഗാനമേളയാണ്. ഞാൻ അവിടെ പോയി ടർബോ ഫിറ്റ് ചെയ്യാൻ പോയതാണ്. ടർബോ ഫിറ്റ് ചെയ്ത് വന്നു. പിന്നെ ഈ മനുഷ്യനല്ല കേട്ടോ, ഈ ഇരിക്കുന്ന മനുഷ്യനല്ല, നിങ്ങൾ കാണുന്ന ഈ മനുഷ്യനല്ല. ഈ മനുഷ്യൻ ഞങ്ങള് പറയുകയും ചെയ്തേ പുള്ളി പോയിട്ടുണ്ട് നമ്മൾ മോശമായിട്ട് നിങ്ങൾ ആരും അടിച്ച് പൂസൊന്നും ആയിരുന്നു, ആരും സെറ്റ് ആയിരുന്നു. പിന്നെ സജേട്ടൻ വന്നിട്ടുണ്ട്. ക്യാമ്പ് ഫയർ വിത്ത് ഗാനമേള. ഗാനമേള എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇത്രം ഇപ്പൊ പുള്ളിക്ക് ഇപ്പൊ 50 വയസ്സ്, എനിക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൂട്ടത്തില് 17 വയസ്സ് 18 വയസ്സ് 28 വയസ്സ് പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. എല്ലാവരും ഒരേ വൈബ്. പുള്ളി മൈക്കാണ്ട് എടുത്തിട്ട് കരവക്കാണ്ട് വണ്ടി ചെയ്തു. പുള്ളി മരണ വൈബ്. പുള്ളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ഇവിടെ കിടന്ന് ഡാൻസും പാട്ടും അതെന്താ കാര്യം ഇംഗ്ലീഷ് പാട്ട്. നമ്മള് ഒരു ഇങ്ങനത്തെ ഒരു സംഭവം നടത്തുമ്പോ ഞാൻ ആഗ്രഹിച്ചത് എന്റെ ഹാപ്പിനെസ്സിനാണ് ആദ്യം പ്രയോറിറ്റി വേണ്ടത്. ഞാൻ ഹാപ്പി ആയാൽ മാത്രമേ ഉള്ളൂ എന്റെ കൂടെ നിൽക്കുന്നവരെ എനിക്ക് സന്തോഷിപ്പിക്കാനുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു ക്യാമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഇതൊരു ഓഫ് റോഡ് ക്യാമ്പ് അല്ലായിരുന്നു. അതിന്റെ ഈ ട്രാക്കിങ്ങിനെ വന്നുകൊണ്ട് എല്ലാവരും നിങ്ങൾ പറഞ്ഞില്ല ഇവിടെ വന്നിരുന്ന വൈബ് ഒറ്റയ്ക്ക് സോളോ ചിലവര് അങ്ങനെ വരാറുണ്ട്. ഭയങ്കര അത് വളരെ അപൂർവമാണ് ചിലവരൊക്കെ അങ്ങനെ വന്നിരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ അത് എന്നെ സംബന്ധിച്ചത് ലാഭമോ കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത്. അപ്പോൾ ഇത് തുടങ്ങിയതിന്റെ മെയിൻ റീസൺ തന്നെ എനിക്കെന്നൊരു സ്വന്തമായിട്ടൊരു വൈബ് വേണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ആര് വരുമ്പോഴല്ലോ
അതെല്ലാരും ഒരു നല്ല വൈബിളുള്ള ആൾക്കാർ വരുമ്പോ ഞാനും അവരുടെ ഒരു വലിയൊരു ഭാഗമാവും. നിങ്ങളും അതുപോലെ നിങ്ങളുടെ സ്വന്തം അങ്ങനെ ഞങ്ങളുടെ മൂപ്പനായി ഇന്ന് നിങ്ങൾ ഇന്നിപ്പോ അത് ഇന്നലെ രാത്രി ഞങ്ങൾ അത് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഏകദേശം ഒരു 12-1 മണിയായപ്പോ ടെന്റ് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ടെന്റ് ഉപയോഗിച്ച ആൾക്കാർ. ഈ ടെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് തണുപ്പ് അധികം ഏൽക്കുന്നില്ല, കാരണം മുകളിൽ ഓൾറെഡി ഒരു മേൽക്കൂര പുള്ളി അടിച്ചിട്ടുണ്ട്, ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു 5:30 എഴുന്നേറ്റ് ഞാൻ മൂത്രമൊക്കെ ഒഴിച്ച് ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ പോലെ ഇത്ര വലിയ കാടിന്റെ സൈഡിൽ നടക്കണം തുടങ്ങിയ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം സെറ്റപ്പാണ്, സുഖമായിട്ട് എല്ലാ ഉറക്കൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് 9 മണിയായപ്പോഴത്തേക്കും 7 മണിയായപ്പോഴത്തേക്കും ഇവിടെ കട്ടൻ കാപ്പി കട്ടൻ ചായ റെഡിയാണ്, നല്ല ചൂട് കട്ടൻ ചായ റെഡി. അതൊക്കെ കഴിഞ്ഞ് നമ്മള് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും നല്ല വെടിക്കെട്ട് ഇഡ്ഡലി. എന്റെ ലൈഫിൽ ഞാൻ ഇത്ര സോഫ്റ്റ് ഉള്ള ഇഡ്ഡലി ഇതുവരെ കഴിച്ചിട്ടില്ല. ചട്നി സാമ്പാർ. ഞാൻ 3 ഗ്ലാസ് ആരെങ്കിലും പറയട്ടെ, ഞാൻ വല്ല റിവ്യൂ ഇടാൻ വേണ്ടി പറഞ്ഞ ഇഡലി വേറൊരു കാര്യം, ഇഡലി നമ്മള് സഹികെട്ടിട്ട് വരുന്ന ഇഡലി എന്ന് പറഞ്ഞു. ഞാൻ 3 ഗ്ലാസ് സാമ്പാർ. ഞാൻ ഡെയിലി 1 ലിറ്റർ സാമ്പാർ കുടിക്കുന്ന ആളാണ്. ഡെയിലി 1 ലിറ്റർ സാമ്പാർ കുടിക്കും. എന്നിട്ട് ഇതൊക്കെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് വെടിക്കെട്ട് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മള് ഇത് പുള്ളിനെ പൊക്കി പറയണതോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ അനുഭവിച്ച കഥയാണ് നമ്മൾ പറയുന്നത്. കുക്ക് വിത്ത് ലവ് എന്നാണ്, കുക്ക് വിത്ത് ലവ്, അതേപോലെ ഈറ്റിംഗ് വിത്ത് ലവ്. അതെ. ഒരു പ്രശ്നം എനിക്ക് ഇവിടെ നേരിടുന്ന അറിയോ, പൊതുവേ ഒരു മീഡിയയില് ഇത് ഓഫ് റോഡിന്റെ മാത്രമുള്ള സ്ഥലം ഒരിക്കലല്ല. നിങ്ങൾക്ക് ഒരു ബൈക്കായിട്ട് വരാം, ഫാമിലിക്ക് ഇവിടെ വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. പുള്ളി പറഞ്ഞില്ലേ ചേട്ടാ, ഇവിടെ ഒരു ബൈക്കായിട്ട് വരാം, ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരാം. അത് അതായത് നമ്മൾ മഴക്കാലം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്ത് പോവാം. ചെറിയൊരു കാറായിട്ട് വരാം, എല്ലാം ഇവിടെ കൊണ്ടു പാർക്ക് ചെയ്ത് ഇവിടെ നിന്നുള്ള ഓഫ് റോഡിംഗ് ഒക്കെ പുള്ളിയുടെ വണ്ടിയിൽ കൊണ്ടുപോകും. അല്ല, അത് അങ്ങനെ ഇല്ല. എന്റെ അമ്മയെ വണ്ടി അത് അല്ലെങ്കിൽ നിങ്ങളിവിടെ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും, നിങ്ങൾക്ക് കയറാനുള്ള സ്ഥലങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവില്ല റൂട്ട്. ഞങ്ങൾ 2 മലയുടെ നടുക്കില ഞങ്ങളുടെ ഈ ഹോം സ്റ്റേ. 2 മലയുണ്ട്, അപ്പുറം ഒരു മലയുണ്ട്, ഇപ്പുറം ഒരു മലയുണ്ട്. ഇതിന്റെ നടുക്കുന്ന 2 മലയുടെ ടോപ്പിലേക്ക് ഞങ്ങൾ പോയി. ഇന്നലെ ആ മലയുടെ ടോപ്പിലേക്ക് പോയി, ഇന്ന് ഈ മലയുടെ ടോപ്പിലേക്ക് പോയി. വേറെ ലെവൽ. സോറി, അത് എന്റെ വണ്ടിയിൽ അങ്ങനെ എടുക്കാറില്ല, മെയിൻ്റനൻസ് മുതലാവില്ല. ഞങ്ങളുടെ വണ്ടിയായിട്ട് വന്നു. ഞങ്ങള് 2 ജിമിനി 2 ജീപ്പ്. ഞങ്ങള് ജിമിനി ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ. ഓ, പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു പോലീസുകാരൻ എന്താ ഇവിടെ ഉണ്ട്, ജിമിനിയുടെ ഓണർ ശരത് പോലീസ്. ജിമിനി ഞങ്ങൾ ഇന്ന് ജീപ്പ് കയറാൻ പറ്റാത്ത സ്ഥലത്ത് വരെ ഞങ്ങൾ ജിമിനി കയറ്റി. ഓ, വെടിക്കെട്ട് കാപ്പബിൾ ആയിട്ടുള്ള വണ്ടി തന്നെ. പലരും അതിനെ തളർത്തി കളയാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് ജിമിനിയുടെ പരിപ്പെടുത്തു എന്ന് പറയാം. പക്ഷെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇനി ഇവിടുന്ന് വണ്ടി ഓക്കെയാണ്. ഞങ്ങൾ എന്നിട്ട് പോയി തിരിച്ചു വന്നു. അടിപൊളി ട്രിപ്പ്. അതായത് ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ ക്ലബിനകത്ത് ഞങ്ങൾക്ക് വേറൊരു സംസാരം ഉണ്ടായിരുന്നു. 2000 രൂപ പുള്ളി മേടിക്കുന്നത്, 2000 രൂപയുള്ള പരിപാടികൾ അവിടെ ഉണ്ടാവോ, 2000 രൂപ ഉച്ചക്കത്തെ ഫുഡ്. അപ്പൊ ഞങ്ങളുടെ ക്ലബിനകത്ത് ഞങ്ങൾ ചർച്ച ഉണ്ടായിരുന്നു. 2000 രൂപ വരുമ്പോൾ ഒരുപാട്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് പരിചയമുള്ള പലവരും ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഒരു പറഞ്ഞു 2000 രൂപ മേടിച്ചിട്ടുണ്ട്, 1800 മേടിച്ചിട്ടുണ്ട്. പല പുള്ളിയുടെ റേറ്റും അങ്ങനെയാണ്. പുള്ളി അതിൽ ബാർഗൈനിങ് ഒന്നുമില്ല, വേറെ റേറ്റും കാര്യങ്ങളൊന്നും. സത്യം പറഞ്ഞ ഈ 2000 രൂപ എന്ന് പറഞ്ഞാൽ 4000 രൂപ 5000 രൂപയുടെ ഫുഡും കഴിച്ചു. പേടിക്കണ്ട, കൂട്ടൂല, പേടിക്കണ്ട. പക്ഷെ കുറക്കാൻ പറയരുത്. വണ്ടിയായിട്ട് നിങ്ങളുടെ സ്വന്തം വണ്ടിയായിട്ട് ഇവിടെ വരണം. നിങ്ങളുടെ 4 വീല് വണ്ടിയായിട്ട് വന്നാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ ചാൻസുകളും പുള്ളി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. കാരണം ഞങ്ങളെ വണ്ടിയായിട്ട് വന്നു. ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് വേറെ വണ്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ല. പുള്ളി ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഓരോ ഞങ്ങൾ ഇന്ന് വീക്ക്ഡേയ്സ് ആണ് ഏറ്റവും നല്ലത്. ഒരു 4-5 പേരൊക്കെ ആയിട്ട് ഒരു വണ്ടിയിൽ അങ്ങനെ എപ്പോഴും നല്ലതറിയോ, ട്രാഫിക് ഉണ്ടാവില്ല ഈ വരുന്ന വഴിയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സമാധാനം അതാണ്. അപ്പൊ ഞങ്ങളൊരു 20 പേരോളം ഏകദേശം ഉണ്ടായിരുന്നു അല്ലെ. നമ്മള് ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ പുള്ളി ഞങ്ങൾക്ക് താറാവ് ഫ്രൈ, ബീഫ് ഫ്രൈ. സോറി, അതങ്ങനെ ഉള്ളതുകൊണ്ട് കൊടുക്കാൻ പറ്റിയതാണ്. അത് പുള്ളിയുടെ ടിപ്സ് ഞങ്ങൾക്ക് എക്സ്ട്രാ എല്ലാവർക്കും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പുള്ളി സെറ്റാക്കി തന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ പുള്ളി ഗംഭീരമായിട്ട് കുക്ക് ചെയ്ത് തന്നു. അതായത് നോൺ വെജ് പുള്ളിയാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മള് കുക്ക് ചെയ്യുന്ന പുള്ളി അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. നമ്മള് വിചാരിച്ചേക്കാളും ഗംഭീരമായിട്ട് പുള്ളി അത് കുക്ക് ചെയ്ത് തന്നു. ഒന്നും പറയാനില്ല ചേട്ടാ. സഹിച്ചേട്ടൻ എന്താ പറയാനുള്ളത്?
സജിയാണ് എന്താ പറയാ? ഞങ്ങൾ 10 പേര്. ഇവിടെ നിങ്ങളെല്ലാരും ഞങ്ങളിപ്പോ പുള്ളിനെ എറണാകുളത്ത് തന്നെ കൊണ്ടുപോവാണ്. നിക്കാറ് കയറി വരുന്നു. എന്താ അവളവിടെ പിന്നെ അങ്ങനെ കയറി വരാതിരിക്കുന്നത്? ഇല്ല, പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു ക്ലബ്ബാണ്. അത് നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം. അതെ, ATC ക്ലബ്ബ് നല്ലതാണ്. പിന്നെ അതുപോലെ ATC ഓഫ് റോഡ്സ്, യെസ്. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് എപ്പോഴും കൊണ്ടുപോകാം. എപ്പോഴും ഒരു ക്ലബ്ബിൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാർ 2-3 പേരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, പിന്നെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ, അതുപോലെ ഏതെങ്കിലും സ്ഥാനങ്ങൾ ആർക്കെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ആ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതിൻ്റെ ആ ഒരു യൂണിക്നെസ് നിലനിർത്തിക്കൊണ്ടും ആ യൂണിറ്റി സ്ട്രോങ് ആക്കി നല്ല നല്ല വൈബിളുള്ള ആൾക്കാർ മാത്രം ക്ലബിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാകുമ്പോൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് പോകും. ഞാൻ എപ്പോഴും പല ക്ലബ്ബുകളെയും കണ്ടിട്ടുണ്ട്. എപ്പോഴും കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അതിൽ ആരെങ്കിലും ഒരാൾ വെറുതെ എന്തെങ്കിലും ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്യും. പിന്നെ അവർക്കത് പ്രൊവോക്ഡ് ആവും. പിന്നെ അവരത് മാറ്റും. അപ്പോൾ ഈഗോ എന്ന് പറയുന്ന സാധനം മനുഷ്യനെ മാറ്റിയാൽ തന്നെ ക്ലബ്ബ് എന്നല്ല എന്ത് കാര്യത്തിനും ഭയങ്കര നല്ലൊരു പോസിറ്റീവ് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങളിവിടെ വരാൻ തോന്നിയതിലും നിങ്ങൾ ആദ്യത്തെ ഒരു കൺഫ്യൂഷനിലൊക്കെ മാറ്റി നിങ്ങൾ അതിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്തെന്ന് കേട്ടതിൽ വളരെ സന്തോഷം. എപ്പോഴും നിങ്ങൾ 5 പ്രാവശ്യം വന്നാലും 10 പ്രാവശ്യം ഇത് തന്നെയാണ് എൻ്റെ സ്വഭാവം. ഇങ്ങനെ തന്നെയാണ് ഞാൻ, ഇങ്ങനെ തന്നെയാണ് എൻ്റെ. യെസ്, ഐ വിൽ ബി ദ സെയിം. അല്ലാണ്ട് ഒരു പ്രാവശ്യം വന്ന് 2ാമത്തെ പ്രാവശ്യം ഞാൻ അവർ വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ നോക്കിയിട്ട് പോയിക്കോട്ടെ. ആ പരിപാടി എനിക്കില്ല. കാരണം ഐ ഓൾവേസ് ഡു വിത്ത് മൈ ഹാർട്ട് സോൾ. യെസ്. ഇനി ആൾക്കാരുടെ പ്രവാഹമായിരിക്കും. മതി, ഇനിയും മതി. ഇന്നത്തെ കൊള്ളായി. ഇത്ര തള്ളി നീ കേറത്തില്ല. നമ്മുടെ ക്യാമ്പിൻ്റെ പുറകുഭാഗം ഇതാണ്. നമ്മുടെ താഴെ ആണ്ട് ഇഷ്ടംപോലെ ടെൻറ്റുകൾ അടിച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ കിടന്ന് അതുപോലെ നല്ല നീറ്റ് ബാത്റൂം ഇവിടെ ഉണ്ട്. അടിപൊളി ബാത്റൂമുകൾ. പിന്നെ ഇതാണ് വൈബ് സ്ഥലം. ഒരു രക്ഷയില്ല. രാത്രിയിലൊക്കെ നല്ല രസം ഇവിടെ. ഇത് മൺവീടാണ്, മൺവീട്, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന. ഇതും ഈ ക്യാമ്പിൻ്റെ തന്നെ ഭാഗമാണ്. ഇവിടെയും ടെൻറ്റുകളുണ്ട്. അത് 10-40 പേര് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അടിപൊളിയായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. രാത്രിയാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനാണ് ഇവിടുത്തെ ഒരു സുഖം വരുന്നത്. തണുപ്പും അങ്ങോട്ട് വരും. നല്ല വൈബാണ്. ഇനിയും നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ ഫുഡ് ഉണ്ടാക്കിയ ആൾ ഈ പോകുന്നതാണ് ചേട്ടൻ. ഇതാണ് മന്മഥൻ ചേട്ടൻ. ഇദ്ദേഹമാണ് നമ്മുടെ ഫുഡെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി നമ്മുടെ എല്ലാ സപ്പോർട്ട് കാര്യങ്ങളും ചെയ്ത് അടിപൊളി. വേറൊരു ചേട്ടനുണ്ട് ഇവിടെ സഹായത്തിന്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം തീർന്ന് ഞങ്ങൾ ഇവിടുന്ന് നൈസായിട്ട് കളം വിടുക.